രാവിലെ തന്നെ നമ്മുടെ ക്യാമറമാന്റെ പണിയുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അതെ, ഇന്ന് നമ്മൾ പണിയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ക്യാബിനറ്റ്സ് ആണ്. അതെ, ഡ്രോയറുകള്, നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഒക്കെ വരുന്ന അതുണ്ടല്ലോ. ആദ്യം നമ്മൾ ഒരു വട്ടം എന്താ പറയുക അതിന്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കിയാണ്. അത് നമ്മൾ ഫ്രെയിം ആക്കിയിട്ട് അതിനുശേഷം പിന്നെ നമുക്ക് പ്ലൈവുഡ് അടിക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഞങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞങ്ങള് മാറ്റിയത് ഞങ്ങൾ ഫുൾ എന്താണ് പ്ലൈവുഡിൽ തന്നെ ചെയ്തെടുക്കാന്ന് കാര്യം. ഇത് കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നി. ഈസിയും പിന്നെ എന്താണ് കാണാനും കുറച്ചും കൂടെ ലുക്കാണ്, നല്ല ഭംഗിയാണ്. പ്ലൈവുഡിൽ ഫുള്ള് ചെയ്യുമ്പോഴത്തേക്ക് വുഡിന്റെ ഫ്രെയിം അടിച്ചിട്ട് അതിന്റെ സൈഡിലെല്ലാം പ്ലൈവുഡ് എല്ലാം എടുത്ത് അത് കുറെ മെനക്കേടാണ്, കുറെ സമയം പോകും. പിന്നെ എന്തായാലും വുഡ് എല്ലാം കട്ട് ചെയ്യണം എല്ലാത്തിനും. ഇപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പ്ലൈവുഡിന്റെ ആവശ്യമുണ്ട്. അപ്പൊ കരുതി എന്തായാലും ഫുള്ള് നീറ്റ് ആയിട്ട് അങ്ങ് ചെയ്യാതെ കരുതി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 mm പ്ലൈവുഡാണ്. ഞങ്ങൾ അന്ന് പിന്നെ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് എല്ലാം കട്ട് ചെയ്തുകൊണ്ട് വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്യാനായിട്ട് ഇത് കണ്ടില്ലേ, ഇതിന് 4 സൈഡുണ്ട്. അങ്ങനെ നമ്മൾ അളന്ന് എത്ര പീസ് കട്ട് ചെയ്യണമെന്നറിയാം, എത്ര ദിവസം എടുക്കും. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലാണെങ്കിൽ ടേബിൾസോ ഇല്ല. അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും 1 mm 2 mm ഒക്കെ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട്. വരാതെ ഇരിക്കാൻ വരാനും ചാൻസ് ഉണ്ട്. ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ ഷേപ്പ് എല്ലാം മാറിപ്പോകും. പിന്നെ ഫുൾ അതെന്താണ് നമ്മൾ അസംബിൾ ചെയ്യുമ്പോഴത്തേക്ക് ആ ഷേപ്പിലും ആ ഒരു കുലുക്കം വരും. അപ്പൊ ഇതാണെന്നുണ്ട് നല്ല ഫിനിഷിംഗ് ആണ്. നമ്മൾ കറക്റ്റ് അളവും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് അവര് നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്ത് തന്നതാണ്. നമ്മൾ ജസ്റ്റ് അസംബിൾ ചെയ്താൽ മാത്രം മതി. അതായത് നമ്മൾ അതിന് മുന്നേ ഡിസൈൻ ചെയ്യണം. നമ്മൾ എങ്ങനെയാണ്, നമുക്ക് ഏത് രീതിയിലുള്ള കിച്ചണാണ് വേണ്ടത്, നമുക്ക് എത്ര ലെങ്ത് വേണം, എത്ര വിഡ്ത്ത് എത്രയാണ് വേണ്ടത്, അതനുസരിച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യണം. എത്ര ഡ്രോയർ വേണം, എത്ര ഡോർ വേണം, അവിടെ എന്തൊക്കെ സാധനങ്ങൾ വരുന്നത്, നമ്മുടെ സിങ്കിന്റെ വലിപ്പം എത്രയാ, ഗ്യാസ് സ്റ്റവിന്റെ വലിപ്പം എത്രയാ, അതൊക്കെ അനുസരിച്ച് വേണം കട്ട് ചെയ്യാൻ. അതനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്താണ് കട്ട് ചെയ്തേക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ റിക്വയർമെന്റ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അവര് നമുക്ക് കട്ട് ചെയ്ത് തന്നു. വളരെ ഈസി ആയിരുന്നു. ഇതിന് ചാർജ് ഉണ്ടായിരുന്നു. ഏകദേശം 135 €. നമ്മൾ കൊടുത്തിട്ടാണ്. ഇതായാലും ഒരു പീസ് കട്ട് ചെയ്താലും വലിയൊരു പീസ് കട്ട് ചെയ്താലും ഒരു കട്ടിന് 5 € വെച്ചിട്ട് നമ്മൾ ഏകദേശം 135 € കൊടുത്തിട്ടാണ്. 140 €. കാരണം എക്സ്ട്രാ വുഡ് കൂടെ എടുത്തായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അത് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും ഇല്ല. കാരണം അത്രയ്ക്ക് ഫിനിഷോട് കൂടിയാണ്. നമ്മൾ കട്ട് ചെയ്ത് മാനുവൽ കട്ട് ചെയ്യുന്നതും അല്ലാതെ കട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. പിന്നെ നമുക്കിത് ജസ്റ്റ് അസംബിൾ ചെയ്യുക, എല്ലാം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്തായാലും ചെയ്യാം. ഇന്നാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു തണുപ്പും ആകപ്പാടെ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷമൊക്കെ നല്ല ചൂടായിരുന്നു, ജൂണിലും ജൂലൈയിലും ഒക്കെ. പക്ഷെ ഇപ്പൊ ജൂലൈ ആകാൻ പോകുന്നു, ജൂലൈ ആയിട്ടില്ല, തണുപ്പാണ്. എന്നിട്ട് ഇപ്പോഴും നല്ല തണുപ്പാണ്. രാത്രിയിൽ ഒരു 7-8 ഒക്കെ ആവാറുണ്ട്. അതെ, ഞാൻ ഒരു 2 ദിവസം 3 ദിവസം മുന്നേ വെളുപ്പിനും പോയപ്പോഴത്തേക്ക് 4 ഡിഗ്രി ആയിരുന്നു വെളുപ്പിന്. നല്ല തണുപ്പാണ്. നല്ല തണുപ്പായിരുന്നു. നമ്മുടെ കൃഷിയൊന്നും ഈ പ്രാവശ്യം കൂടെ ശരിയാകുന്നു തോന്നുന്നില്ല. അപ്പൊ ഇന്ന് ചെറിയൊരു ചാറ്റമഴയുണ്ട്. അതുകൊണ്ടാണ് നമ്മള് നമ്മുടെ ഈ കാർ പോർച്ചിനകത്ത് നിന്ന് ചെയ്യുന്നത്. കാരണം മഴവെള്ളം വീഴുമ്പോൾ നമ്മുടെ വുഡ് ഒക്കെ നനയാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്നാണ് ചെയ്യുന്നത്. പിന്നെ ഏവക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ ഇന്ന് തൊട്ട് അവധിയാണ്. ഏകദേശം ഒരു 10-40 ദിവസത്തോളം വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഓടി കളിച്ചോണ്ടിരിക്കുകയാണ്. തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. മാനേജ് ചെയ്യുന്നത് ഇച്ചിരി പാടാണ് ചില സമയങ്ങളിൽ മാത്രം. അവളുമായിട്ടുള്ള പണിയും എല്ലാം കണക്കായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം, പറ്റുന്ന പോലൊക്കെ എന്തായാലും തുടങ്ങാം അല്ലെ. ഇപ്പൊ പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കുകയാണ് ഇതിന് ചുറ്റും. എന്തായാലും നമുക്ക് പണി തുടങ്ങാം. ഒന്നിച്ച് കൂടി കുഴച്ചിരിക്കുവായിരുന്നേ. അപ്പം ഓരോ കബോർഡ്സിന്റെ അളവനുസരിച്ച് എത്ര പീസ് വേണം എല്ലാം നമ്മളിങ്ങനെ കൃത്യമായിട്ട് തരം തിരിച്ച് എഴുതി വെച്ചോണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഡ്രോയറിന്റെ പീസസ് ആണ്. ഓരോ ഡ്രോയറിന് 5 പീസാണ് വരുന്നത്. 5ഉം പിന്നെ ഫ്രണ്ട് പാനലും കൂടെ ചേർത്ത് 6 പീസ്. അപ്പൊ അത് നമ്മള് സോർട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ടില്ലേ, ഇവിടെ നമ്മുടെ അളവൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ നോക്കി സോർട്ട് ചെയ്ത് നമ്മൾ നമ്പർ ഇട്ട് വെക്കുന്നുണ്ട്. കണ്ടോ, ഇത് നോക്കി ഓരോരോ നമ്പർ ഇത് മാർക്ക് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഓരോ പീസ് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ആകെ 3 ഡ്രോയർ ആണുള്ളത്. അത് 3 നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിന്റെ 3ന്റെ പീസുകൾ. അപ്പൊ ഓരോ ഡ്രോയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാൻ പോവാണ്. ഇതാ ഈ ഒരു സംഭവം കണ്ടോ, ഇത് നമ്മുടെ സ്ലൈഡിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ്. നമ്മളെ ഡ്രോയർ ഒന്ന് വെറുതെ അടുക്കി വെച്ച് നോക്കിയതാണ്. നമ്മൾ ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. ഫ്രണ്ടിൽ നമുക്ക് വേറൊരു ഫേസ് പാനലും കൂടി വരും. നമ്മൾ ഗ്ലൂ ഒക്കെ തേച്ചിട്ടുണ്ട്. നമ്മളിത് ഫിക്സ് ചെയ്യാൻ പോവാണ്. ഗ്ലൂ തേക്കുന്നത് നമുക്ക് എക്സ്ട്രാ സേഫ്റ്റിയാണ്. ഒരുപാട് തേക്കാൻ ചെയ്യും. എല്ലാം കൂടി ചാടി വൃത്തികേടാകാനും പറ്റത്തില്ല, ക്ലീൻ ചെയ്യാനും പാടായിരിക്കും. ഒരു പീസ് രണ്ടാമത്തെ ഡ്രോയറും റെഡിയാക്കിയിരിക്കുകയാണ്. കണ്ടില്ലേ, 2-3 സ്ക്രൂവും കൂടെ അടിച്ചാൽ മതി, സെറ്റ്. കൂട്ടനെ തണുക്കുന്നുണ്ട്. പിന്നെ പോയതാ പെരേര കോട്ടൊക്കെ എടുത്തിട്ട്, കുഞ്ഞിന്റെ ഫേവറേറ്റ് കോട്ട, പെരേര സൂട്ട്. ഹലോ മിസ്റ്റർ പെരേര, എന്താടാ കാവ്യ
എന്തൊരു തണുപ്പാണോ, കയ്യെല്ലാം എന്തൊരു തണുപ്പാണോ. ഗ്ലൗസ് എടുക്കോ? ഗ്ലൗസ് വേണോ? കാണിച്ചോ കാണിച്ചോ കാണിച്ചോ. ഇതാ ഇതാണ് നമ്മുടെ ഡ്രോയർ. അടിപൊളിയായില്ലേ? കണ്ടോ, നല്ല പെർഫെക്റ്റ്. ഓക്കെ, മൂന്നാമത്തെ ഡ്രോയറിന് റെഡി ആക്കാൻ പോവാണ്. 3 വലിയ ഡ്രോയറാണുള്ളത്. അതെ, 250 അല്ലേ? 250 ആണ്. അതെ, 250 mm ആണ് ഇതിന്റെ ഹൈറ്റ്. പിന്നെ ഇത് വിഡ്ത്താണ് 425 mm. നമ്മൾ അടിച്ചു കഴിയുമ്പോൾ ആ ബോക്സ് പോലെ ഇരിക്കും, കണ്ടില്ലേ? അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതിനകത്ത്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉള്ളിൽ വെക്കാം. തുണി വേണേ തുണി വെക്കാം. നമുക്കാണെങ്കിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾക്ക് എന്താണ്, നമുക്ക് വലിയ വലിയ പാത്രങ്ങളാണുള്ളത്. ഈ ചോറ് വെക്കുന്നതും പ്രഷർ കുക്കറും അതേപോലത്തെ വലിയ വലിയ പാത്രങ്ങളൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ഈസി ആയിട്ട് കയറും. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് വലിയ ഡ്രോയർ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ 3 4 ഉണ്ടാക്കാമായിരുന്നു, 5 ഉണ്ടാക്കാമായിരുന്നു. ഇതിന്റെ വിഡ്ത്ത് കുറച്ചിട്ട്. ഇവിടുത്തെ ആൾക്കാരൊന്നും പോലല്ലേ, ഇവർക്കൊക്കെ ചെറിയ ചെറിയ സ്പൂണും ഫോർക്കും ഒക്കെ വെക്കാൻ ചെറിയ ഇത് മാത്രം മതി. ഇപ്പൊ നമ്മൾ ചോറ് വെക്കുന്ന ഒരു ചരുവത്തിന് തന്നെ കണ്ടില്ല, അത് കംഫർട്ടബിൾ ആയിട്ട് അതിനകത്ത് ഇരിക്കണമെങ്കിൽ അത്രയ്ക്ക് ഡീപ്പ് വേണം നമ്മുടെ ഡ്രോയറുകൾക്ക്. പിന്നെ അതേപോലെ നമ്മുടെ പ്രഷർ കുക്കറോ എന്തെങ്കിലുമൊക്കെ നമുക്കുള്ള പാത്രങ്ങളെല്ലാം വലുതാണ്, ഈ കുഴിഞ്ഞ പാത്രങ്ങളാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ വേണമെങ്കിൽ ഒരു ഡ്രോയറിന്റെ അകത്ത് തുണി വരെ അടുക്കി വെക്കാം സൂപ്പറായിട്ട്. അത്രയ്ക്കും നല്ല വിട്ടുണ്ട്. അത് കണ്ടില്ലേ? കൂട്ടനാണ് ഇവിടെ ഇരുന്നോണ്ട് കണ്ടില്ലേ? അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡ്രോയറുകളാണ്. ഇതേപോലെ 3 എണ്ണം വരും. അപ്പൊ ഈ ഹൈറ്റ് വരും, മനസ്സിലായില്ലേ? നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ അടുക്കി വെക്കാൻ പറ്റും. പീസുകൾ കട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ് കേട്ടോ. ഒരു ഡ്രോയറിന് 5 പീസുകളാണ് വരുന്നത്. അതിന്റെ ബേസ് പാനല്, 4 സൈഡ് പാനല്, പിന്നെ ഒരു ഫ്രണ്ട് ഫേസും കൂടി വരുന്നുണ്ട്. 5 എണ്ണം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ബോക്സ് ആവും. പിന്നെ അതും അല്ലാതെ നമുക്കൊരു എക്സ്ട്രാ പീസും കൂടി ഉണ്ട്. അതെന്തിനാണെന്ന് പിന്നെ കാണിച്ചു തരാം. ഫ്രണ്ടിൽ ആ ഭംഗി വരാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വെക്കുന്ന പീസാണ്. ഇങ്ങനെ ചെയ്തുകൊണ്ട് വന്നുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ട് അല്ലേ? അത് ഞാനിവിടെ വേറൊരാള് കാണിക്കുന്ന കണ്ടോണ്ടിരിക്കുക. എനിക്കറിയത്തില്ല, അവള് ചുമ്മാ ഇങ്ങനെ നമ്മള് വീഡിയോ എടുക്കുന്നതിന് ബഹളം വെച്ചോണ്ടിരിക്കുക. അങ്ങനെ 3ാമത്തെ ഡ്രോയറും കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് കബോർഡിന്റെ പടിയിലേക്ക് കടക്കാം. എന്ത് പറയുന്നു? ആദ്യമായിട്ട് എന്നോടാണെന്നുണ്ടെങ്കിൽ ആരണ്ടൊക്കെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏവ എന്നെ എന്താ ആദിത്യ എന്ന് വിളിക്കുന്നത്. ആദിത്യ നല്ല വിളിക്കുന്നത്, ആയിത്തി എന്നാണ് വിളിക്കുന്നത്. അതായത് ഫിനിഷിലെ അമ്മയ്ക്ക് ആയിത്തി എന്നാണോ പറയുന്നത്? നമ്മൾ അമ്മയെന്ന് വിളിക്കത്തില്ലേ? അപ്പൊ അതിന്റെ അർത്ഥമാണ് അമ്മയെന്നും ഇസയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ എന്നാണ്, അച്ഛൻ. മനസ്സിലായി? അപ്പൊ അവിടെ പോയി പിള്ളേരെല്ലാരും എന്താണ് അമ്മമാരെയൊക്കെ വിളിക്കുന്നത് ആയിത്തി തന്നെയാണ്. പിന്നെ അവര് കരയുമ്പോഴും ആയിത്തി എന്ന് പറഞ്ഞു, അതായത് അമ്മയെന്ന് പറഞ്ഞ് കരയത്തില്ലേ? അതേപോലെ തന്നെയാണ് അവര് പിള്ളേര് കരയുമ്പോ തീ. ഇവിടെ കരയുമ്പോ അങ്ങനെയാണ് എപ്പോഴും കരയുന്നത്, അതായത് അമ്മയെന്ന് പറഞ്ഞ് കരയാണ്. അതെ, എന്താ പൊന്ന അമ്മച്ചൂന്ന് വിളിച്ചേ? അമ്മച്ചു. എനിക്ക് എന്നെ അമ്മച്ചൂന്ന് വിളിക്കുന്നത് കേൾക്കാനാണ് ഇഷ്ടം. അവള് ചിലപ്പോഴൊക്കെ മാത്രമേ അങ്ങനെ വിളിക്കാറുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞു പഠിപ്പിക്കുന്നത് അമ്മച്ചു എന്ന് വിളിക്കാനായിട്ടാ. പക്ഷെ അവള് എന്നെ ആയിത്തീന്നാ വിളിക്കുന്നത്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അവിടെ പോയതിനു ശേഷമാണ് കൂടുതലും ഡേ കെയറിൽ. എന്താ പൊന്നാ? അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അവള് കേൾക്കുന്നുണ്ട് ഇപ്പൊ അമ്മച്ചു എന്ന് പറയാൻ പറഞ്ഞത്. അപ്പൊ അവള് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്. ചക്കരയാ, ചക്കര ഇവിടെ നിന്ന് കളിക്കുവോ ഞങ്ങള് ജോലി ചെയ്യുമ്പോ? ഫുൾ സപ്പോർട്ടാ. അച്ഛക്ക് ഓരോന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കും. പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങക്ക് പ്രത്യേകിച്ച് സംശയം കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നടക്കും. സൂപ്പർവൈസറും എല്ലാമായിട്ട് ഞങ്ങക്ക് സ്വന്തമായിട്ട് ഒരാളുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നടക്കും. പറഞ്ഞൊക്കെ തരും, അച്ഛ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതെ, കുഞ്ഞൊന്ന് പറഞ്ഞു കൊടുക്കാവോ അച്ഛക്ക് എങ്ങനെ ചെയ്യണ്ടേന്ന്? ഓക്കെ. ഡോർ എവിടെ വരുന്നേ? ഡോർ അവിടെ വരും. പിന്നെ എത്ര നീളം എടുക്കണ്ടേ? ടേപ്പ് വെച്ച് അളന്ന് നീളമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. വീട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാ പരിപാടി. ഓരോന്ന് വരയ്ക്കുക, എഴുതുക, എന്നിട്ട് അച്ഛൻ ഡോർ ഇവിടെ വരും എന്നൊക്കെ ഇങ്ങനെ തന്നെ പറയും. കാരവാൻ ഇങ്ങനെ വെക്കണം അങ്ങനെ വെക്കണം, ഇതിങ്ങനെ വന്നാലേ ശരിയാകത്തുള്ളൂ. അതായത് നമ്മളെങ്ങനെയാണോ സംസാരിക്കുന്നത്, അവള് വീടിനകത്ത് കയറി ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞോണ്ടാ. അതായത് മക്കള് നമ്മളെ കണ്ടാ പഠിക്കുന്നതെന്ന് പറയത്തില്ലേ, അത് തന്നെ.
ഇവർ അത്രയ്ക്ക് ഇങ്ങനെ എന്താ പറയുക ശ്രദ്ധിക്കും, ഒബ്സർവ് ചെയ്യും. നമ്മൾ പോലും അറിയത്തില്ല ഇവർ നമ്മളെ വാച്ച് ചെയ്യുന്നത്. ആ ഒരു ടൈമാണിത്. എല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കും. അതെ, ക്യാമറ അല്ല, ശരിക്കും ഒരു കമ്പ്യൂട്ടർ തന്നെയാണ്. എല്ലാ കാര്യവും പിടിച്ചെടുത്ത് സേവ് ചെയ്ത് വെക്കും. അതങ്ങനെ വെക്കണം അല്ലേ? ഓക്കെ, കണ്ടില്ലേ 3 ഡ്രോയറുകളാണ്. അപ്പം നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്തിന് ഗ്യാപ്പൊക്കെ വരും. ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. നല്ല നമുക്ക് ഇങ്ങോട്ട് തുറക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അതെ, പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഇതിന്റെ ഒരു ഫ്രണ്ട് ഫേസും കൂടി വരും, കണ്ടോ? അപ്പോൾ ഇതിനനുസരിച്ചായിരിക്കും ഇവിടെ ഗ്യാപ്പ് വരുന്നത്, ഇത് വെക്കുന്നതിനനുസരിച്ച്, കണ്ടോ? അതെ, ഇതാ നോക്ക്, കൊള്ളാവേ, അടിപൊളിയായിരുന്നു, നീറ്റായിരുന്നു. ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി നമ്മൾ ക്യാബിൻ അടിക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡ്രോയറുകളാണ്. ഇനി ഇതെല്ലാം പെയിൻ്റൊക്കെ അടിക്കണം. ഒരുപാട് പണികളാണ് നടക്കുന്നത്. എവിടെ നോക്കിയാലും പണിയാ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡ്രോയറിന് 5, പിന്നെ ഇതിന്റെ ഫ്രണ്ട് ഫേസ്, ഇത് ഫ്രണ്ട് പാനൽ എന്ന് പറയും, ഇത് ഫ്രണ്ട് ഫേസ് എന്ന് പറയും. അങ്ങനെ 2 പാനലുണ്ട്. അതായത് സൈഡ് പാനലുകൾ, പിന്നെ ഫ്രണ്ട്, ബാക്ക്, ബോട്ടം, അതായത് നടുക്ക് വരുന്നത്, പിന്നെ ഫ്രണ്ട് ഫേസ്. ഫ്രണ്ടിൽ തന്നെ 2 എണ്ണം വരും, ഫ്രണ്ടും ഫ്രണ്ട് ഫേസും. അതായത് ഫേസ് ആണ് ഇവിടെ കവർ ആകുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ റെയിൽ കൊടുക്കത്തില്ല ഇതിനെ സ്ലൈഡ് ചെയ്യാനുള്ളത്, അത് ഇതിന്റെ ഉള്ളിൽ ഹൈഡായിട്ട് നിൽക്കണം. നമ്മളിങ്ങനെ വലിക്കുമ്പോഴത്തേക്ക് അത് കാണരുത്. പുറമേ നോക്കുമ്പോൾ നല്ല നീറ്റ് ആയിരിക്കണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ ഇനി നമുക്ക് ടീ ബ്രേക്ക് ആണ്. അപ്പൊ ഏവക്കുട്ടെന്താ അവളുടെ ഡ്രിങ്ക് കുടിക്കുന്നു. ട്രിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ജ്യൂസ് പോലെ ഇരിക്കും നമ്മുടെ നാട്ടിലേക്ക്. അതെ, റാസ്ബെറി ആണെന്ന് തോന്നുന്നു. റാസ്ബെറിയുടെ ഡ്രിങ്ക് ആണ്. ഓക്കെ, ജ്യൂസ് പോലെ ഇരിക്കും. വടൽമ പിന്നെ അത് വടൽമ, റാസ്ബെറി. അത് റാസ്ബെറി. തൊപ്പി താഴെ പോയി. ഞാൻ കഴിക്കുന്നത് ഓറഞ്ചാണ്. അങ്ങനെ ഉണ്ടോ? പുളിയാണോ? ശോ, ഓറഞ്ച് എങ്ങനെ ഉണ്ടോ എന്നാ? ഓറഞ്ചാണോ? നമ്മുടെ ക്യാമറമാന് വേണ്ടിയിട്ടുള്ള നല്ല ഫുഡുകളൊക്കെ നമ്മൾ വാങ്ങിച്ചു. അവിടെ ആണെന്നുണ്ട് ഒരാളാണ് പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ ക്യാമറമാന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ചുകൊണ്ടുവന്ന ഫുഡുകളൊക്കെ ഏവമോളുടെ പ്ലേ ഹൗസിലാണ് വെച്ചിരിക്കുന്നത്. അതെ, എല്ലായിടവും ഫുഡുകളാണ്. അപ്പോൾ കൺഫ്യൂഷൻ ആയി പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പീസ് മാറി കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കബോർഡിന്റെ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പം ഇപ്പം കബോർഡുകളൊക്കെ ഇപ്പം നമ്മൾ ഓരോന്ന് നോക്കി എടുത്തോണ്ട് പോയിട്ട് അടിക്കാൻ പോവാണ്. ഓക്കെ, മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ അടിക്കാൻ പോവാ. അതിന് വേണ്ടിയിട്ടുള്ള മെഷർമെന്റ് എടുത്ത് നമ്മൾ കൊണ്ടുപോകാം. ഒരാളവിടെ പുല്ല് വെട്ടുന്നു, അതിന്റെ സൗണ്ടാണ്. ഡിസ്റ്റർബൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, ജോലിയാണ്. ആ വീഡിയോയിൽ മറ്റുള്ളവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ, അതാ പറഞ്ഞത്. ഓക്കെ, എനിവേ നമുക്ക് നമ്മുടെ പണി ചെയ്യാം. നമ്മൾ ഇനി കബോർഡിന്റെ പണി ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ എല്ലാ പീസുകളും എടുത്തോണ്ട് വന്ന് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ. ഓക്കെ, എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയിട്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകും. എല്ലാം ഓൾമോസ്റ്റ് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ സെയിം ആയിട്ട് തന്നെ തോന്നും. അപ്പൊ നമ്മള് എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇതിനിടയിൽ നമ്മുടെ പണിയുടെ ഇടയിൽ നമുക്ക് ഗ്യാപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഓരോന്നും അളക്കാനും എടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ബൈ മിസ്റ്റേക്കിൽ നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഊരണം, അടിക്കണം, ആകെപ്പാടെ പ്രശ്നമാവും. അതിൽ നല്ലത് നമ്മളെല്ലാം നോക്കി പതിയെ ചെയ്യുന്നതന്നല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളത് കൃത്യമായിട്ടെല്ലാം എഴുതി വെക്കുവാണ്. കിച്ചൺ ക്യാബിനാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഡ്രോയർ നമ്മൾ ഉണ്ടാക്കി ഇപ്പം വലിയ ക്യാബിൻ ഉണ്ടാക്കി പോവാണ്. ശാരി ഗ്ലൂ തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലൂ തേക്കുന്നത് നല്ലതാണ്. ഗ്ലൂവും തേക്കാൻ നമ്മള് പിന്നെ സ്ക്രൂവും ചെയ്യും. അതെ, അപ്പം സ്ട്രോങ് ആണ്. എന്തെങ്കിലും ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരിക്കലും ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഭയങ്കര കട്ടിയുള്ള പശയാണ് കേട്ടോ. കയ്യിലൊക്കെ ഏവ മാറി നിൽക്കുക. ഏവയാണെങ്കിൽ അവിടെ പോയി നിൽക്കുക. മേത്തൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് പോകാൻ ഭയങ്കര പാടാ. ഇത് ഒലിക്കാൻ തുടങ്ങി. ഇത് പെട്ടെന്ന് അടുത്ത് ഫിക്സ് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ അതെ, നല്ല വെയിറ്റ്. അപ്പൊ ഇതിങ്ങനെ നിവർത്തി വെച്ചോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതെ, നമ്മളിങ്ങനെ കുറച്ച് സെറ്റപ്പുകളിൽ ഇതൊക്കെ പാട് തന്നെയാണ് ചെയ്യുന്നത്. സെറ്റപ്പ് മെയിൻ ഇമ്പോർട്ടന്റ് ആണ്.
ഇതേപോലെ വലിയ സെറ്റപ്പ് ഒന്നും ശരിയല്ല. അതെ, ഫാമിലി സെറ്റപ്പ് ഒക്കെ ഒന്ന് മാറ്റണം. ഏതൊരു സിനിമയ്ക്കകത്ത് ഇങ്ങനെ നിവിൻ പോളിയുടെ പടത്തിന്റെ അകത്തല്ലേ ഫാമിലി സെറ്റപ്പ് ഒന്നും ശരിയല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരമായി ഇതെല്ലാം ചെയ്തു വന്നപ്പോഴത്തേക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി പോയി. അതുകൊണ്ട് നമ്മുടെ രാവിലെ തൊട്ട് നമ്മുടെ ഒരു ദിവസം തന്നെ നശിച്ചു പോയി. ചെറിയൊരു കാര്യം എന്ന് പറയത്തില്ലേ, അതുപോലെ ഓരോരോ കാര്യം വന്നിട്ട് നമ്മുടെ ഒരു ദിവസം വെറുതെ നശിച്ചു പോകും. പേഴ്സണൽ കാര്യങ്ങളാണ്. സോ അങ്ങനെ ഞങ്ങളുടെ കുറെ ഓക്കെ ഞാൻ പിടിച്ചുതരാണല്ലേ. ഇത് കണ്ടോ, നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ഒരാളുടെ സഹായം കൂടെ വേണം, അതാണ് പ്രശ്നങ്ങൾ പറ്റുന്നത്. സൈഡിലടിക്കാൻ അങ്ങനെ വിനോദ് പാട്ടൊക്കെ പാടുന്നു. അങ്ങനെ നമ്മുടെ കബോർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടുകാരുടെ ബഹളം. ക്യാമറ കണ്ടോ അപ്പൊ ഓടി വരും, അതിനകത്ത് വരും പാട്ട് പാടും. ഒട്ടും ക്യാമറ ഷൈ അല്ല കണ്ടോ, ഇങ്ങനെ വേണം പിള്ളേരെ. തന്റെ പാട്ട് ആർക്കും മനസ്സിലാവാത്ത പോലില്ല, എന്നാലും ആൾക്കാർ ആസ്വദിക്കും, അതാണ് ഏവക്കുട്ടം പാടി കഴിഞ്ഞല്ലേ. പറ്റി കഴിയേ മണ്ണ് പറ്റിയോ? ഓക്കെ ഇച്ചിരി മണ്ണിലൊക്കെ കളിക്കുന്നത് നല്ലേ. ഓക്കെ അല്ലേ ചേച്ചി? ഓക്കെ അല്ലേ? ആരാ കറക്റ്റ് ആയിട്ട് ഇതെല്ലാം വെച്ച് തന്നെ? എന്തേലും ഒന്ന് തെറ്റായി പണിന്റെ വിധം. എന്തേലും എല്ലാം ശരിയായി കഴിഞ്ഞാൽ പറയാം എന്നോട് ഇത് പണി പഠിച്ച്, തെറ്റി കഴിഞ്ഞാൽ അപ്പം വിധ പറഞ്ഞു. എന്താണോ ജോലി ചെയ്യുമ്പോ ലൈവായിട്ട് പാട്ട് എന്റർടൈൻമെന്റ്. അതെ എവിടെ പാട്ടൊക്കെ കേട്ടോ. നീ അടുത്ത പാട്ട്. ഇങ്ങനെ വിളിക്കുന്ന ഞാൻ ഓടിച്ചെന്നങ്ങ് മുത്തം കൊടുക്കും. ചക്കര മുത്തം തന്നാട്ടെ അല്ലേ പൊന്നാ. നമ്മുടെ ബോക്സ് ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ആയി വന്നിട്ടുള്ളത്. നമ്മൾ ബോട്ടം പാനലും അടിച്ചു. ചെറിയൊരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് പറ്റിയായിരുന്നു, പക്ഷെ ഞങ്ങളത് റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു അശ്രദ്ധ മതി നമുക്ക് മിസ്റ്റേക്കുകൾ വരാനായിട്ട്. സമയം രാത്രി 11 മണിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഉറക്കവും ഇല്ല, ഒന്നുമില്ല. ഹേവക്കുട്ടൻ ഇവിടെ നിൽക്കുകയാണ്, അവധിയാണ് ഫുൾ ടൈം. ഇനിയിപ്പോ നമ്മള് നാളെ തോന്നുമ്പോ എഴുന്നേക്കും, അങ്ങനെയൊക്കെയാണ് ഇനിയത്തെ കാര്യങ്ങള്. അതെ, കൃത്യനിഷ്ഠയിൽ അങ്ങ് പട്ടാളച്ചിട്ട് വളർത്താൻ ഒക്കത്തില്ലല്ലോ. ഫുൾ എൻജോയ്മെന്റ് അല്ലേ കൂട്ടാ? എന്നാച്ചേ അടിപൊളിയായി വരുന്നുണ്ട് നമ്മുടെ ഡ്രോയറുകളൊക്കെ. ഫൈനലി ഇതാ നമ്മുടെ ഡ്രോയർ കണ്ടോ. ശരിക്കും പണി പെട്ടി ഞങ്ങള് കേട്ടോ, നല്ലോണം കഷ്ടപ്പെട്ടൊരു പണിയായിരുന്നു. സ്ക്രൂ 2 കുഞ്ഞത് പിഎനി സ്ക്രൂ ഓടിക്കൊണ്ടുപോവാ. സ്ക്രൂ കൊണ്ടുപോവാ 2 കൊതു കുത്തുന്ന കിട്ടിയില്ല. കായും കാലും മതി. 2 മതി പൊന്നാ. 2 കഴിച്ചാൽ 3 വരും. കൊതു പറക്കുന്നുണ്ടോ എന്റെ പൊന്നോ? കൊതുവിന്റെ ബഹളം അവിടെ. അതെ, നമ്മുടെ മേത്തോട്ട് കുത്തുന്നില്ലെന്നേ ഉള്ളു, പക്ഷെ ഇങ്ങനെ വന്ന് പൊതിഞ്ഞിരിക്കുക കണ്ടോ. നമ്മൾ മരുന്നടിച്ചൊക്കെ നമ്മളെ കുത്തുന്നില്ല ഇപ്പൊ. ഓക്കേ കുത്തിയോ? കുഞ്ഞ അത്രയ്ക്ക് സ്വീറ്റാ. അത്രയ്ക്ക് സ്വീറ്റ് ആയതുകൊണ്ടാ. സ്വീറ്റിയാ മതി. ഇനി വെച്ച് നോക്കാം. നമ്മുടെ ഡ്രോയറുകളൊക്കെ അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട്. ശരിയായെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതിന് ഫേസ് പാനലുകളൊക്കെ വരും. അതായത് ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇവിടെ ഫേസ് പാനലുകൾ വരും. അപ്പൊ ഈ ഗ്യാപ്പുകൾ കവർ ആകും. അതെ അതെ, അന്നേരമാണ് ഒരു. എന്നിട്ട് ഇതില് ലോക്കും നമ്മുടെ ഹാൻഡിലും ഒക്കെ വരുന്നത്. ഇതേപോലെ കവർ ആകുന്ന പാനലുകൾ വരും. അതെ,
എല്ലാത്തിലും വരും 3 അപ്പൊ ഈ ഒരു ഗ്യാപ്പുകളും കാര്യമൊന്നും കാണത്തില്ല. ഇത്രയും ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. മിനിമം ഒരു 2 mm ഗ്യാപ്പ് ഇങ്ങനെ വരണം. അതെ, ഫൈനലിൽ നമുക്ക് കാണാൻ പറ്റും അതിന്റെ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ഇന്നത്തെ പണിയില്, അല്ലേ? സൂപ്പർ നീറ്റായിട്ടാ ചെയ്തേക്കുന്നത്, ഭയങ്കര അടിപൊളിയായി. ഞങ്ങള് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇത്ര അടിപൊളിയാക്കിയിട്ടുണ്ട്. വേണ്ട, അടിപൊളി. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിന് നമുക്ക് അതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം എഴുന്നേറ്റ സമയത്ത് നമ്മൾ രാവിലെ തന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാന്ന് കരുതി. ചെടികളൊന്നും പിടിക്കുന്നില്ല, വെറും മോശം കാലാവസ്ഥയാണ്. ഇപ്പോഴും തണുപ്പ് തന്നെയാണ്. അതെ, നൈറ്റിലൊക്കെ ആണെങ്കിൽ 5-6 ഡിഗ്രി ഒക്കെയാണ്. ഇന്നിപ്പോ ഏകദേശം 21 ഡിഗ്രി ഉണ്ട്, ചൂടുണ്ട്. അതെ, തേക്ക് നല്ലോണം തേക്ക്, കൈ തേച്ച് പിടിപ്പിച്ചിട്ട് തേക്ക്. ഇല്ല തേക്ക്, നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് തേക്ക്, മുഖത്തൊക്കെ തേക്ക്. ഏവക്കുട്ടൻ്റെ അടുത്ത് അച്ഛൻ തേച്ച്, അച്ഛയമ്മയും ജോലി ചെയ്യും, ഏവക്കുട്ടൻ എന്താ വിട്ടെന്ന് കളിക്കും. അപ്പോൾ സൺസ്ക്രീം ഒക്കെ നല്ലപോലെ തേച്ചിട്ടുണ്ട്. നല്ല മണമുണ്ടോ? നല്ല മണമുണ്ടോ ഏവക്കുട്ട? ഉണ്ടോ? ഏവക്കുട്ടൻ കളിക്കുവാണോ? പൊറോട്ടയാണോ? ഓക്കെ, ഒന്നാഴ്ത്തിക്കാണോ? ഓക്കെ, പൊറോട്ടയായിരുന്നു കേട്ടോ. ഹേവക്കൂട്ടിന് ബോറടി മാറ്റാൻ ഐസ്ക്രീം എങ്ങനെ ഉണ്ട്? കഴിച്ചു നോക്ക്. കഴിക്കുന്നതിന് മുന്നേ സൂപ്പറാണോ? ഓക്കെ, അങ്ങനെ ഏകദേശം സെറ്റായി വരുന്നുണ്ടല്ലേ? നല്ല ടൈം എടുക്കുന്നുണ്ട് എല്ലാത്തിനും. ഹേവക്കൂട്ട എന്തെടുക്കുവാടാ? കിളികൾ അതെ അതിനകത്തുണ്ട്, കയറി പോയിട്ടുണ്ട്. ഫുഡ് കൊടുക്കാൻ വന്നതാണ്. കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഉണ്ട് അതിൽ, ഇവര് പോയിട്ടില്ല. നമ്മുടെ നീലിമേ മക്കൾ മാത്രമേ പോയിട്ടുള്ളൂ. അടിപൊളി. ഇവിടെ നമ്മുടെ വാഷ് ബേസും വരും അല്ലേ? ഇതിനകത്ത് അത് കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് പിന്നെ ഈ ഒരു കബോർഡ്സ് ഒക്കെ കവർ ചെയ്യുന്ന ഫേസ് പാനലും കൂടെ വരും. അപ്പം നല്ല നീറ്റ് ആയിട്ടാണ് കബോർഡ്സ് എല്ലാം റെഡി ആയിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോർ ഫിക്സ് ചെയ്യാൻ പോവാണേ. ഏവ എന്താ ഉണ്ടാക്കുന്നേ? ഏവ ഏതാണ്ടൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ പണി ചെയ്യുമ്പോൾ ഫുഡ് ഉണ്ടാക്കുവാന്നാ പറയുന്നത്. കളിയാണ് ഏത് നേരം ഇപ്പോൾ അവധി ആയതുകൊണ്ട്. കണ്ടോ, പിച്ചാത്തിയാന്ന് പറഞ്ഞൊരു വുഡൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്നേ കണ്ടോ. കഴിക്കും. ഏവക്കുട്ടൻ അതെ ഫ്രൂട്ട് സലാഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക, കളിക്കുക, എന്ത് സുഖജീവിതം. നമ്മള് ഡോറ് പിടിപ്പിക്കാൻ പോവാണ്, നമ്മുടെ ക്യാബിനറ്റിന്റെ ഡോറ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ജസ്റ്റ് എന്ത് ചെയ്യുമ്പോഴും ജസ്റ്റ് ഒരു ട്രയൽ നമ്മൾ നോക്കും. കാരണം നമുക്ക് എത്രയും നല്ല ഫിനിഷിങ്ങോട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലേ നമുക്കറിയാലോ. അപ്പം നമ്മൾ റഫായിട്ടുള്ള വുഡിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകാം. അതെ, കൊള്ളാവോ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഗ്ലാസ് കണ്ണി വെക്ക്. മറന്നു പോയി കഴിഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് മതി എന്തേലുമൊക്കെ പറന്ന് കണ്ണിൽ വീഴാനായിട്ട്. എൻ്റെ കണ്ണിൽ കുറച്ച് മുന്നേ വീണതേ ഉള്ളൂ. പഴുത്തില്ലേ? കഴിച്ചു നോക്കും. പന്നുക്കൊക്കെ തിന്നോ? പൊന്നെ തിന്നു തീർക്ക്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ പന്നുക്കൊക്കെ? ആരാ ഉണ്ടാക്കിയ പന്നുക്കൊക്കെ? ഏവ ഉണ്ടാക്കിയതാ കേട്ടോ. ഏവ തന്നെ ഉണ്ടാക്കിയത്. കളയാം. ക്യാൻഡീസ് പറയുന്നത് തിന്ന് തീർത്തിട്ട്, പന്നുക്കൊക്കെ തിന്ന് തീർത്തിട്ട് കഴിക്ക്. ഓക്കെ, ഈ ക്യാൻഡീസിന് വേണ്ടിയാ പെട്ടെന്ന് തിന്ന് തീർത്തത്. ഞാൻ പൊട്ടിക്ക്. ഹെൽപ്പ് വേണോ? ഓക്കെ. ജോലി കുറവും കഴിക്കലും റെസ്റ്റ് എടുക്കലും ഇവിടെ എല്ലാവർക്കും കൂടുതൽ. നല്ലോണം റെസ്റ്റ് എടുത്താ പണിയുന്നത്. അതെ, പണിയ. ഇപ്പൊ വിനോദ് ഷോപ്പിൽ പോയിട്ട് വന്നതാണ്. അപ്പൊ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. ഇപ്പൊ ദേവക്കുട്ടൻ അതൊക്കെ കഴിക്കുകയാണ് എടുത്ത്. കുറെ നേരം ആയല്ലോ. ഇയാൾ ഇന്ന് പൊട്ടിച്ചു കഴിയോ ഇത്? ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ,
ഇതൊന്ന് പൊട്ടിക്ക് നല്ലോണം. അതാ ഞാൻ പറഞ്ഞ ആദ്യമേ പൊട്ടിച്ചു തരാം. നീ ഉണ്ടോ? ജോലിക്കേടെ വിനോദാണെങ്കിൽ ഷോപ്പിൽ പോയി കേട്ടോ. അപ്പൊ സ്ട്രോബെറീസ് വാങ്ങിച്ചോണ്ട് വന്നു. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ഉണ്ട്, പക്ഷെ അതില് പഴുത്തിട്ടില്ല ഇതുവരെ. ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കും. ആദ്യം പിടിച്ചതെല്ലാം വലുതായിട്ടാ പിടിച്ചത്. ഇപ്പൊ കുഞ്ഞു കുഞ്ഞായിട്ട് വരുന്നത്. എനിക്കറിയത്തില്ല എന്താന്ന്. ചിലതൊക്കെ വലുതാണ്, ഷേപ്പ് ഒന്നും ഇല്ലാതെ വേറെ എന്തൊക്കെയോ ഷേപ്പിലൊക്കെ. പക്ഷെ നല്ല മധുരമാണ് ഇതിന്, നല്ല മധുരമാണ്. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്ട്രോബെറി കഴിക്കാനുള്ള ഇഷ്ടം കൊണ്ട് ഷോപ്പിൽ നിന്ന് വിനോദ് വാങ്ങിച്ചോണ്ട് വന്നേ. ജോലിക്കിടയിൽ ഇപ്പൊ പോയിട്ട് നല്ല പഴുത്ത സ്ട്രോബെറി അല്ലേ? അത് നല്ല മുഴുത്തിരിക്കണം. കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്ക്. കൊതിപ്പിക്കും അല്ലേ? സൂപ്പറാണ്. മധുരമുണ്ടോ? നല്ല മധുരമുണ്ട് ശരിക്കും. നല്ല റെഡ് കളറാണ് ഇത്. നോക്കി എന്തൊരു കളറാന്ന് നോക്കി. ഈ കളർ കണ്ടോണ്ട് ഞാൻ വാങ്ങിച്ചത്. ഇന്നലെ ഞാൻ ഏവയോട് ചോദിച്ചാ നിനക്ക് വേണോന്ന്. അപ്പൊ അവള് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. തീരാറായി. 4 യൂറോയാ ഒരു പാക്കറ്റിന്റെ വില. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിപ്പോ വീഡിയോ എടുത്തെടുത്ത് ഇത് മുഴുവൻ തീർക്കുന്നതാണല്ലോ തോന്നുന്നത്. ട്രയൽ എടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. വീഡിയോ ശരിയായില്ലെന്ന് പറഞ്ഞു. തിന്നാനുള്ള അടവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോലി ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും തിന്നോണ്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല എനർജി. എന്തോ പന ക്യാൻഡീസ്. അച്ഛൻ ഷോപ്പിൽ പോയപ്പോ മുട്ടായി വാങ്ങിച്ചോണ്ട് വന്ന്. ഏവ അതാ കഴിക്കുന്നത്. സൂപ്പർ. എന്താ ഇച്ചിരി ഇങ്ങോട്ട് വന്നു. ഞാൻ തിന്നിട്ട് ബാക്കി നല്ല നല്ല മധുരമാ കഴിക്കണത്. കൊള്ളാം അല്ലേ? സൂപ്പറാണോ? അങ്ങനെ ഡോറ് സെറ്റ് അല്ലേ? അടിപൊളി. സോഫ്റ്റ് ക്ലോസ്. അത് പതിയെ ചെന്ന് അടയും. ഓക്കെ, അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ഒക്കെ പക്കയാ. കൂട്ടാ പിന്നെ നമ്മളിതാ ഇവിടെ രണ്ടിടത്തും ക്ലിയർ ഗ്യാപ്പ് ഇട്ടേക്കുണ്ട് കേട്ടോ. അതെ, ഡോറല്ലേ? ഓക്കെ, അങ്ങനെതാ നമ്മുടെ ലോക്ക് സെറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ലോക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ? ഇതാ ബിരിയാണിയോ? ഓക്കെ, യെസ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ സൈക്കിളെ ഐസ്ക്രീമുകാർ വരത്തില്ലേ? അപ്പൊ അതുപോലെ ഇവിടെ വണ്ടിയിൽ ഐസ്ക്രീമും കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണ്. വണ്ടി ഇപ്പൊ വരും. നമ്മൾ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് നിറയെ ഐസ്ക്രീം. ഇവയ്ക്ക് എപ്പോൾ ഈ ഐസ്ക്രീംകാർ പോയാലും ഈ വണ്ടിയുടെ പുറകെ വെച്ച് ഓട്ടമാണ്. ഈ സൗണ്ട് കേട്ടോണ്ട് ഇവരൊരു സൗണ്ട് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത്. നല്ല എന്തോ അതെ, നല്ലൊരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് പിള്ളേരെല്ലാം ഓട്ടവാ. അത് കേട്ടോണ്ട് ഓടും. അങ്ങനെ വാങ്ങിച്ചോണ്ട് വെക്കുന്നതെല്ലാം ഫ്രിഡ്ജിലിരിക്കും. ഇപ്പോഴും ഇരിപ്പുണ്ട് ഒരു പാക്കറ്റ്. അതെ, ഒരെണ്ണം എടുക്ക്. എല്ലാം കൂടെ കൊണ്ടുപോകാതെ എനിക്ക് വേണ്ട. അച്ഛനും മോളും കഴിക്ക്. ജോസ് കഴി. അപ്പൊ ഇനി നമ്മുടെ വാഷ് ബേസിൻ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് കൗണ്ടർ ടോപ്പില്. ഹങ്കി വാങ്ങിച്ച ഐസ്ക്രീമിനാണ് ഹങ്കി എന്ന് പറയുന്നത്. കൊള്ളാമോ പന്ന? നല്ലയാണോ? തിന്നെങ്കി. അപ്പൊ ഇത് കട്ട് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പൊ നമ്മള് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് വേണം അത് കട്ടാക്കി എടുക്കാൻ. അടിപൊളിയായിട്ട് വേണ്ടിട്ടുണ്ട്. വേണ്ട, സൂപ്പർ അല്ലേ? സൂപ്പർ. അപ്പൊ രാവിലെ ഏവ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുന്നേറ്റിട്ട്. ഇനി നമുക്ക് ജോലിക്കായിട്ട് വെളിയിലേക്ക് പോകണം അല്ലേ അച്ഛേ? ഏവക്കൂട്ടൻ എന്താ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പാൻ കേക്ക്, പിന്നെ കുറച്ച് പഴമുണ്ട്, പിന്നെന്താണ് സ്ട്രോബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ ഏവക്കൂട്ടന് പാൻ കേക്ക് വേറൊന്നും ജാമോ മേപ്പിൾ സിറപ്പോ ഒന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ തിന്നാനാണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ കുഞ്ഞ് കഴിക്കും വന്നോ. അപ്പോൾ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പാൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ചായ ഉണ്ട്. ചായ ഞാൻ മാത്രമേ കുടിക്കത്തുള്ളൂ. ചായ കുടിക്കത്തില്ല. അതെ, ഏവ ചിലപ്പോഴൊക്കെ എടുത്ത് കുടിക്കും ഇച്ചിരി. ഇവിടെ ചായ കുടിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും അങ്ങനെ കുടിക്കാറില്ല. അതെ,
വിനോദിന്റെ ടാറ്റു കണ്ടോ? ടാറ്റു എന്ത് പറ്റിയാന്നറിയാവോ? സൗന കത്തിച്ചിട്ട് ഉമ്മ വെച്ചയാ. അങ്ങനെ കിട്ടിയ ടാറ്റു ആയിരുന്നു, ഫ്രീ ടാറ്റു. തീ കത്തുന്നുണ്ടോ എന്ന് നോക്കിയതാ, ചൂടായ സൗന ചൂടായ ടെസ്റ്റ് ചെയ്തതാ. അങ്ങനെ കിട്ടിയ ടാറ്റു ആണ്. ഇപ്പൊ കൊറേ നാളായി. അപ്പൊ അതാ പാൻ കേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഏവക്കൊണ്ടാണ് ഇവിടെ നിന്ന് കഴിച്ചോണ്ടിരിക്കുന്നു. കൊള്ളാവോ? സൂപ്പറാണോ? ഓക്കെ, കഴിക്ക്. മേപ്പിൾ സിറപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട ഏവക്കുട്ടന്. ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് അവർക്ക് ഇഷ്ടം. പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും ഉണ്ട്, ബെറീസ് ഒക്കെ ഉണ്ട്, വേണ്ട സ്ട്രോബെറി ഉണ്ട്, പിന്നെ നമ്മുടെ ബ്ലൂബെറീസ് ഫ്രോസൺ ആയിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ട്. നല്ലോണം ഇരുന്ന് കഴിക്കുക കേട്ടോ. ഈ ഫ്രോസൺ ബെറീസ് നമ്മള് കഴിഞ്ഞ വർഷം കാട്ടീന്ന് പിച്ച് ചെയ്ത അന്നയുടെ ഒക്കെ അവിടെ പോയിട്ട് ഇപ്പോഴും നമ്മുടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. ഇനി ഒരു ബാഗ് ഒന്നല്ല 2 ബാഗ് ഉണ്ടല്ലോ അതിനകത്തുണ്ട്, കൊറേ ഉണ്ട്. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ കഴിക്കും. ഇത് തീരാറായി. കഴിക്കാണോ? എവ കഴിക്കേ? അതുകൊണ്ട് ആദ്യത്തെ ഫുഡ് ഇടാൻ പോയേക്കോ. ഇതാ അപ്പൊ നമ്മുടെ അവലൂസിന്റെ കിളികൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഫുഡ് തീരുന്ന ഉടനെ നമ്മൾ എപ്പോഴും വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. ചെറിയ വിലയുള്ളൂ ഇതിന്. അപ്പം തീരുമ്പോൾ ഇട്ട് കൊടുക്കും. അവർക്ക് ഒരു സന്തോഷം. ഈ സമ്മർ സമയത്ത് അവർക്കൊരു പ്രശ്നമല്ല, ഫുഡ് ഇഷ്ടം പോലെ ഫുഡ് കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ആകുമ്പോഴത്തേക്ക് പുഴുക്കളും പ്രാണികളും അതും ഇതും എല്ലാം ഉണ്ട്. വിന്ററിലാണ് ഇവർക്ക് മെയിനായിട്ട് ഫുഡ് കിട്ടാനുള്ള പ്രശ്നം. വിന്റർ ആകുമ്പോൾ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഈ ഗാർഡനിൽ തന്നെ കുറേ ബേഡ്സ് ഉണ്ട്. അവർ തന്നെയാണ് നമ്മുടെ ഗാർഡനിൽ നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ വിരിയിപ്പിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് എല്ലാവരും. രാവിലെ തന്നെ എനിക്ക് ഗ്രീൻ ടീ, പാൻകേക്കും ബനാനയും മാത്രം. അതെ, ഞാനാണെങ്കിൽ മേപ്പിൾ സിറപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെന്താണ് മറ്റേ പൗഡറിന്റെ പേര്? കനേലി പൗഡർ, അതായത് മറ്റേ സിനമൺ പൗഡർ. അപ്പൊ അതായിട്ട് ഏവയ്ക്ക് എന്താ ഉള്ളേ? ഏവയ്ക്ക് ചായ, ലൈറ്റ് ചായ. അപ്പൊ കഴിക്ക്. ശാരികൊന്നും ഇല്ലല്ലേ? ഇല്ല, ഞാൻ അധികം മധുരം എന്തായാലും ഒന്നും കഴിക്കാറില്ല. അങ്ങനെയൊക്കെയാണ്. മധുരം ഇല്ലാത്ത ഗ്രീൻ ടീ ഇതൊക്കെയാണ്. അപ്പം എല്ലാരും കഴിക്കുക, വേഗം പണി തുടങ്ങാൻ. എന്നിട്ട് ഞാൻ 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 കൈയെല്ലാം ചുമല കളറായി കണ്ടോ? അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മുഴുവൻ കഴിച്ചില്ല. അതെ, ചേഞ്ച് ചെയ്തു. വിനോദിന്റെ അവളെടുത്ത് കഴിച്ചു, എന്നിട്ട് അവളുടെ വിനോദം എടുത്ത് കഴിച്ചു. ഞാൻ എന്താ ചേഞ്ച് ചെയ്തെന്നറിയോ? ഈ കളർ കണ്ടപ്പോ ഏവ കരുതിയെന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ മുകളിൽ ഏതാണ്ട് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടെന്നാ. അതാ കരിഞ്ഞിരിക്കുന്നത്. അത് ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവളെടുത്ത് കഴിച്ചു. ഇനിയിപ്പൊ നമുക്ക് ക്ലീനിങ് എന്റെ പരിപാടിയാണ്. അതെ, അതുകൂടെ കഴിഞ്ഞിട്ട് ക്ലീനിങ് കഴിഞ്ഞ് നമുക്ക് പണി തുടങ്ങാം അല്ലേ? അതെ, ക്ലീനിങ് കഴിഞ്ഞിട്ട് നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, എല്ലാം പെറുക്കി വെച്ചിട്ട് പോവാം. അപ്പൊ ഇന്ന് നമ്മള് നമ്മുടെ അടുത്ത ക്യാബിൻ ഉണ്ടാക്കാൻ പോവാണ് അല്ലേ? രാവിലെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ പോയി എടുത്തോണ്ട് വരാം, തരംതിരിക്കാം. പേപ്പർ എവിടെ? പേപ്പർ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മറ്റേത് ഡ്രോയർ കഴിഞ്ഞുകൊണ്ട് നമുക്ക് അറിയാം. ഇപ്പൊ ഇനി ഒരു ഡ്രോയറേ ഉള്ളു. അപ്പൊ അതിന്റെ ഡ്രോയർ അല്ല, കബോർഡ് അവന്റെ സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. അതെ, കുട്ടൻ റെഡി ആയിട്ടുണ്ട്. മോസ്കിറ്റോ കടിച്ചേക്കുന്നുണ്ടോ നെറ്റിക്കല്ല? ഇഷ്ടം പോലെ മോസ്കിറ്റോ കടിച്ചിട്ടുണ്ട് കുഞ്ഞിനെ. തൊപ്പി എടുത്ത് തലയിൽ വെക്ക്, നെറ്റിക്ക് വെക്ക്. പിന്നെ ചെറിയൊരു തണുപ്പുള്ളതുകൊണ്ട്, കാറ്റാണ്, തണുപ്പല്ല കാറ്റുള്ളതുകൊണ്ട് വിൻ പ്രൂഫ് ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞ്. തൊപ്പി വെച്ചോ കേട്ടോ. അത് എന്റെ തൊപ്പിയാ, അവൾക്ക് അതാ കൈ കിട്ടി, അവൾ അതെടുത്ത് വെച്ചു. ഓക്കെ, ഇതാ ചീര ഇങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ഒരു മാറ്റവും ഇല്ല. വളരുമോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, കാരണം വെതർ വളരെ മോശമാണ്. പിന്നെ ഇതാ കണ്ടില്ലേ, പമ്പരം, കുട്ടന്റെ പമ്പരം. പിന്നെ ഇതാ ഈ പൂക്കൾ കണ്ടോ? ഇതെല്ലാം വിരിഞ്ഞ് നല്ലോണം വിരിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായിരുന്നു കൊണ്ടുവന്നപ്പോ, ഇപ്പം നല്ല വലുതായിട്ടുണ്ട്. ക്യാപ്സിക്കം അത്യാവശ്യം വലുതായിട്ടുണ്ട്. വഴുതന അങ്ങനെ തന്നെ നിൽക്കുന്നു, പൂ കുത്തുന്നുണ്ട്, പക്ഷെ കായൊന്നും വരുന്നില്ല. ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഇതാ ചെറി ടൊമാറ്റോ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ടൊമാറ്റോ. പിന്നെ നമ്മൾ വേറെയും കുറെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടില്ലായിരുന്നു, പീസൊക്കെ. അതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല.
കരയിലുണ്ട്. പിന്നെ നമ്മള് ഇതാ ഇവിടാണ് എല്ലാം വെച്ചേക്കുന്ന സാധനങ്ങളെ നമ്മളുടെ പ്ലേ ഹൗസിൽ. അപ്പം ഇനി എടുത്തോണ്ട് പോവാം. എല്ലാം ആയോ? ഇല്ല, ബാക്ക് പാനലായിട്ടില്ലല്ലേ? ഇനി ഒരു ബാക്ക് പാനലും. അതെ, ഇത് ഫ്രണ്ടിൽ സ്ട്രോബെറി എല്ലാം പഴുത്തോ? ഓക്കെ, പഴുത്തിട്ടില്ല, നല്ലോണം പഴുക്കട്ടെ. ആ ഫ്രണ്ടിൽ പഴുത്തിട്ടില്ല. പാനലുകളെല്ലാം എടുത്തിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെയാണ് പീസുകളെന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അതാ ഇത് ഡോറിൻ്റെ പീസാണ്. അപ്പം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് അളവ് നോക്കിയിട്ട് എഴുതി വെക്കും. അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, അപ്പോൾ എപ്പോഴും ഇങ്ങനെ അളവെടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അളവെടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പീസും തന്നെ കൃത്യമായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്ക്രൂ എല്ലാം ഊരാനും ടൈറ്റ് ആക്കാനും അതെ എല്ലാം മെനക്കേടാം. അടുത്ത കബോർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം എന്താ നല്ല 0-0 ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പൈലറ്റ് ഹോൾ ഉണ്ടാക്കിയിട്ട് ഡ്രില്ല് ചെയ്യാം. പൈലറ്റ് ഹോൾ ഉണ്ടാക്കുമ്പോൾ സ്പ്ലിറ്റ് ആകാതിരിക്കും, പിന്നെ നല്ല നീറ്റ് ആയിരിക്കും വർക്ക്. അതെ. അപ്പം ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഏവക്കുട്ടന് ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ. അപ്പം എന്താ ജ്യൂസും സ്ട്രോബെറിയും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. കണ്ടോ, അടിപൊളി. എനിക്കൊരു പ്രോട്ടീൻ ഷേക്ക് ഉണ്ട്. പിന്നെ വിനോദിനുള്ളത് കാണിക്കാൻ പറ്റാത്ത സാധനമാണ്. അതെ, സൂപ്പറാണോ? പറന്നുപോയി. ഒരാളും കൂടെ ഉണ്ട് അതിൻ്റെ, 2 പേരുണ്ട്. ഇറ്റ്സ് ഓക്കെ, അവരതിലിരിക്കട്ടെ, അവരെ ശല്യം ചെയ്യാതെ. ശല്യം ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നമ്മളിത് കിച്ചന്റെ സിങ്കല്ല ഗ്യാസും ഫ്രിഡ്ജും ഒക്കെ വരുന്നത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ, വീഡിയോ ഒന്നും അങ്ങോട്ട് കൃത്യമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഹെൽപ്പർ ഫുൾ ടൈം ബിസിയാണ്. അതെ, ഓളിനോളായിട്ട് ഓടി നടക്കാണ്. അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കും അല്ലേ? അതെ, എത്ര കിളികളുണ്ട്? 5 കിളികളുണ്ട്. കുഞ്ഞിന് 5ന്റെ കണക്കേ അറിയത്തുള്ളൂ, അതുകൊണ്ട് 5 കിളികളാണ്. എല്ലാം 5. നെക്സ്റ്റ് പീസ്. സോ സൈഡ് പാനലും അതെ. ഇനി നമുക്ക് സെന്ററിൽ വെക്കാം അല്ലേ? അങ്ങനെതാ നമ്മുടെ കബോർഡ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ലോക്ക് വെക്കാൻ പോവാണ്. അതായത് ഡോർ വെച്ചിട്ട് ലോക്ക് ഇടാൻ പോവാണ് അതിൻ്റെ. അപ്പം അതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുട്ടൻ്റെ കേക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേക്കൊക്കെ കൊണ്ടു തരുന്നുണ്ട്. ഇവിടെ തന്നെ ഇരിക്കും ഞങ്ങളുടെ കൂടെ തന്നെ, ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് അകത്ത് കയറിപ്പോയി ഫുഡൊക്കെ കഴിക്കും അല്ലേ? അതെ, ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഫുഡ് കുട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്, എല്ലാവിധ സപ്പോർട്ടും. അതെ, കേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഒരു പിഞ്ചു കുഞ്ഞ് വീട്ടിലുണ്ടെന്നുള്ള ഒരു ചിന്തയും ഇല്ലാത്ത മാതാപിതാക്കളാണ് ഞങ്ങൾ. എല്ലാ ഉത്തരവാദിത്തങ്ങളും കുഞ്ഞിന്റെ തലയിലാണ്. തൊപ്പിയാ തലയിലിരിക്കുന്നത്, അല്ല ഉത്തരവാദിത്തം അല്ലെന്നാ കുഞ്ഞു പറയുന്നത്. ആദ്യത്തെ തൊപ്പിയാ കുഞ്ഞിന്റെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ഡോർ ഫിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു പീസൊക്കെ വെച്ചിട്ട് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാത്ത രീതിയിൽ നമ്മൾ കറക്റ്റ് ലെവലായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇച്ചിരിയൊക്കെ ഒരു ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഡോറിൽ എന്താണ് ഒരു സ്ക്വീസിങ്ങോ എന്തെങ്കിലും സൗണ്ടോ ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് ഒരു സ്റ്റോപ്പർ പോലെ വെച്ചിട്ട് ഇത് 3 കറക്റ്റ് ലെവലിൽ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് കുറച്ച് പെർഫെക്റ്റ് ആയിരിക്കും. മനസ്സിലായോ? ഞാനിപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, ഞാൻ ഓരോരുത്തർ ഇങ്ങനെ കണ്ടുപഠിച്ചതാണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണല്ലോ, ഓരോരുത്തർ നമ്മുടെ കണ്ടുപഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിത് 3 എണ്ണം കൊടുക്കുന്നുണ്ട് ഈ ഡോറിന്. അതായത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡോറ് കുറച്ച് വലുതല്ലേ, വലിയ ഡോറാകുമ്പോൾ 2 ഹിഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതെന്താണ് ഇതിന് ശരിക്കും ഫോഴ്സ് ഇങ്ങനെ വന്നിട്ട് ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ടാകും. പ്രത്യേകിച്ച് വണ്ടിയിലേ ഉള്ളതല്ലേ, ഇങ്ങനെ
അടച്ചും തുറന്നും. ഇപ്പോൾ 3 എണ്ണം കൊടുക്കുവാണെങ്കിൽ സേഫ്റ്റി ആയിരിക്കും. അപ്പോൾ ഒന്ന് മിഡിലും 2 എണ്ണം 75 mm ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയേ കൊടുത്തേക്കണേ. അപ്പോൾ ബാലൻസിങ് ആയിട്ട് നിൽക്കും, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഇത് ഇളകി പോയി കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അപ്പുറം ചടങ്ങാം. അപ്പം ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ഓരോ സൈസ് ഉണ്ട്. അതായത് നമ്മൾ എത്ര വലിയ ഡോറാണ് വെക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഹിഞ്ചസ് കൊടുക്കുന്നത്. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിക്സ് ചെയ്യാൻ കൊണ്ടുപോയി ഡോറൊക്കെ വെച്ച് നോക്കുവാണ് കറക്റ്റ് ആണോന്ന്. നമ്മുടെ ഡോറ് വരുന്നത് ഇവിടെയാണ് കേട്ടോ, ഡോറിന്റെ ഹിഞ്ചസ് നമ്മൾ ഓൾറെഡി അവിടെ ലൈനൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടേക്കുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ഇത് നമ്മുടെ ബാക്ക് വശമാണ്, ഇവിടെ നമ്മൾ കവർ ചെയ്യും. ഇപ്പോൾ ഡോറ് വരുന്ന വശം ഇതാ ഇവിടെയാണ്, ഇതാണ് ഫ്രണ്ട്. അതായത് ഒന്ന് കാണിച്ച്, ഇവിടെയാണ് ഡോറിന്റെ ഫ്രണ്ട് വശം. യെസ് ഓഫ് കോഴ്സ്. താങ്ക് യു. താങ്ക് യു. അങ്ങനെ നമ്മൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അന്നയും റൈസയും കൂടെ ഏവമോളെ കാണാൻ വന്നത്. അതെന്തായാലും നന്നായി. ഏവക്കുട്ടൻ ഇവിടെ അവധിയൊക്കെ ആയിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിക്കുമല്ലേ. ഇപ്പം അവള് മുമ്മുപ്പപ്പയുടെ വീട്ടിൽ പോവാണ് അവരുടെ കൂടെ. എന്തായാലും അവള് പോയിട്ട് വരട്ടെ. ഞങ്ങൾ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അന്നയും റൈസയും കൂടെ വന്നിട്ട് ഏവമോളെ കൂട്ടി നടക്കാൻ പോവാണേ. അതെ, പൂക്കൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക്. കാട്ടുപൂവാണ് കേട്ടോ, അവിടെ നിൽപ്പുണ്ട് ഈ ചെടി, കാണിച്ചു തരാം. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒക്കെ കിട്ടും. ഫിൻലാൻഡില് ഒരു പീസിന് ഇത്ര രൂപ ഇതാ കൊടുക്കുന്നത്. കാരണം ഇത് ശരിക്കും ആകും, നിറയെ സ്പ്രെഡ് ആകുന്നതാണ്. അപ്പം അവര് കൊണ്ട് തന്നെയാണ് നമുക്കിവിടെ വെക്കാനായിട്ട്. ഇവിടെ എല്ലാം ഫ്ലവേഴ്സ് ആണ്. ഇതാ കണ്ടില്ലേ, ഇത് നടന്നു പോകുന്നുണ്ടോ അവരങ്ങോട്ട്. കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആണ് ഇവിടെ എല്ലാം. കാണാൻ പോലും വയ്യ. ഏവക്കുട്ടൻ നടന്നു പോവാണ്. മുമ്മുപ്പപ്പയുടെ വീട്ടിൽ പോവാന്നും പറഞ്ഞ് പോവാണ് എല്ലാരും കൂടെ. നമുക്ക് എന്തായാലും ജോലി തുടരാം. ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്കിന്റെ ഈ അടപ്പാണിത്, ക്യാപ്പ് വെച്ച് കൊടുക്കാം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, യെസ്, വന്നിട്ടുണ്ട്. ഞാനിത് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്കിത് സ്ക്രൂ ചെയ്ത് വെക്കാം. അപ്പൊ കറങ്ങാൻ പോയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. Kiitos. Mitä sanoi mummo papa? Mitä sinä soi sieltä? Keksiä. Heippa. അങ്ങനെതാ അവർ 3 പേരും കൂടെ മൂമുപ്പാപ്പയുടെ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഏവക്കുട്ടനെ ആക്കിയിട്ട് തിരികെ പോവാണ്. അവർ പോകുന്ന നോക്കി നിന്ന് തുള്ളിച്ചാടി ചാറ്റ കൊടുക്കുന്ന ഏവക്കുട്ടൻ. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മുടെ ബാക്കി പണി ചെയ്യാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ കൗണ്ടർ ടോപ്പ് കൂടെ വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. പിന്നെ ഞങ്ങൾ ഇതാ ഈ ഭാഗത്ത് ഒരു ഡ്രോയറും കൂടെ വെക്കണമെന്നാണ് ഡിസൈഡ് ചെയ്തത്. ഡ്രോയർ കൊടുക്കേണ്ട ജസ്റ്റ് ഒരു എന്താണ് സ്റ്റോറേജ് മാത്രമായിട്ട് കൊടുക്കാനാ. പിന്നെ ഞങ്ങൾ കരുതി ഒരു ഡ്രോയറും കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. ഞങ്ങളങ്ങനെ 2 മൈൻഡിൽ ഇങ്ങനെ നിൽക്കുക, ഡ്രോയർ വെക്കണോ അതോ ജസ്റ്റ് ഒരു ഡോറ് മാത്രം മതിയോ. അത് ഇതുവരെ എന്തായാലും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പ് വെക്കാം. എന്തോ പിന്നെ ഏവ ഇടയ്ക്ക് അന്നയുടെ വീട്ടിലൊക്കെ പോയായിരുന്നു കേട്ടോ. എന്തോ കഴിച്ച കുഞ്ഞവിടുന്ന്? ബിസ്ക്കറ്റ് കഴിച്ചു കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അതെ, കണ്ടില്ലേ, ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എളിയും പാമ്പ് പോലെ വരയൊക്കെ ഇട്ട് വെച്ചേക്കുണ്ട്. അത് ഞങ്ങൾ അളവ് എടുത്തതാണ്. അവിടെ നിന്ന് എത്ര വേണം, ഇവിടെ നിന്ന് എത്ര വേണം, അതിന് എത്ര പോയിന്റ് വേണം, അങ്ങനെ വരയിട്ട്. അതെ, ഓക്കെ, കട്ട് ചെയ്തു. കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു ഹോൾ ഇട്ട് തുടങ്ങാം. 4 പൈലറ്റ് ഹോൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ. നമ്മളത് കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് വരുന്നത്. അതെ, ദാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെ, ഇവിടെയാണ് നമ്മൾ ഗ്യാസ് വെച്ച് നോക്കാൻ പോകുന്നത്. വെച്ച് നോക്കാം, ഗ്യാസ് സ്റ്റവ് വെച്ച് നോക്കാം. ഈശ്വരോ രക്ഷ. ഒരു മിനിറ്റ് പോനെ. പെർഫെക്റ്റ് ഫിറ്റ്. ഇതാകുമ്പോ ഒരിക്കലും കുലുങ്ങത്തില്ല. കണ്ടോ, 0 കണ്ടോ, ഒരു മൂവ്മെന്റ്സും ഇല്ല. അടിപൊളിയായിട്ടിരിപ്പുണ്ട്. കബോർഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് കട്ട് ചെയ്തു.
സ്റ്റൗ ഒക്കെ വെച്ചു. ഇനി നമുക്ക് ബാക്ക് പാനലാണ് വെക്കാനുള്ളത്. വാവ്, ഇതായത് കണ്ടില്ലേ, ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറയും, പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നമ്മൾ ഐക്യയിലൊക്കെ പോയി വാങ്ങിച്ചു കഴിഞ്ഞാല് അവരുടെ എന്താണ് ഇങ്ങനത്തെ പ്ലൈവുഡ് അല്ല, നമ്മളിപ്പോ ഉപയോഗിച്ചിരിക്കുന്ന 15 mm പ്ലൈവുഡ് ആണ്. അവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ MDF ആണ്, ഈ ഫൈബർ ബോർഡ്സ് ആണ്, മനസ്സിലായോ? അതായത് ഇപ്പം ഈ ഹിഞ്ചസോ എന്തെങ്കിലും ഒരു സാധനം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവിടെ ഊരിയിട്ട് പിന്നെ സ്ക്രൂ ചെയ്യാൻ പറ്റത്തില്ല, ടൈറ്റ് ആകത്തില്ല, അത് ലൂസായി പോകും, അത് നശിച്ചു, അത്രേ ഉള്ളൂ. അതെ, പെട്ടെന്ന് പോകും. ക്വാളിറ്റി ഭയങ്കര കുറവാണ്, കാണാൻ നല്ല ലുക്ക് ഉണ്ടായിരിക്കും ഇതിനേക്കാളും. കാരണം അവര് ഭയങ്കര ഫിനിഷിംഗ് ലുക്ക് ആയിരിക്കും. പക്ഷെ എന്താണ് സെപ്പറേറ്റ് ഇതിനകത്ത് ഷീറ്റ് ഒട്ടിക്കും നല്ല ഇത് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ ഭയങ്കര ചീപ്പ് ക്വാളിറ്റി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു സ്ക്രൂ ചെയ്തെടുത്ത് പിന്നെ സ്ക്രൂ ചെയ്യാൻ പറ്റത്തില്ല. അതെ, അപ്പൊ നമ്മള് ഹിഞ്ചസും ഒക്കെ റഫായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് അത് പോകും. അത് തന്നെയല്ല, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക, ജസ്റ്റ് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് എവിടെങ്കിലും സ്ക്രൂ ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായി പോകും. അതെ, പിന്നെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കഴിയുമ്പോഴത്തേന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് മെഷർമെന്റ് പിന്നെ എന്താണ് അവരുടെ ഹിഞ്ചസ് ഒക്കെ വരത്തില്ലേ, തുറക്കുന്ന അടയ്ക്കുന്ന വ്യാപാരികളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അവര് ഫാക്ടറി മെയ്ഡ് ആയിട്ടുള്ള ഹോൾസ് ആയിരിക്കും ഇട്ടേക്കുന്നത്. നമുക്ക് അവിടെ മാത്രമേ അത് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ ഇഷ്ടമനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി പിടിപ്പിക്കാൻ പറ്റത്തില്ല, അതാണ്. അതെ, അപ്പൊ ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് തന്നെ എല്ലാം ചെയ്തെടുക്കാൻ പറ്റി. നമ്മുടെ മെഷർമെന്റിൽ നമ്മുടെ വാനിനകത്ത് വരുന്ന അതേ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യയുടെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും ക്വാളിറ്റിയും കാണത്തില്ല, ഇതിനേക്കാളും എക്സ്പെൻസീവ് ആയിരിക്കും. അതെ, മിനിമം ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിക്കണമെങ്കിൽ മിനിമം 250 മുതൽ 300 യൂറോ വരെ കൊടുക്കേണ്ടി വരും. ഇവിടുത്തെ പ്രൈസ് ആണ് ഞാൻ പറയുന്നത്. നമ്മള് അതില് വുഡൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ലേബർ കോസ്റ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ, നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോ അപ്പൊ നമ്മൾ തന്നെ അത് ചെയ്തെടുത്തത്. ക്വാളിറ്റി, അതെ, ക്വാളിറ്റി ഉണ്ട്, അത് നശിച്ചാലും ഇത് ഒരിക്കലും നശിക്കത്തില്ല. രാത്രി ആയപ്പോ നല്ല മഴ. അപ്പൊ നമ്മുടെ ചീരയാണെന്നുണ്ടെങ്കിൽ ഈ മഴവെള്ളം കുത്തി വീഴുമ്പോഴത്തേക്കേ ചിലപ്പം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് മൂടി ഇടാനായിട്ട് ഇറങ്ങിയതാ. എന്തൊരു മഴയാന്ന് നോക്കിയേ, രാത്രി സമയം 11 മണിയായിട്ടുണ്ട്. ഇരുട്ടായി കണ്ടോ, ഇരുട്ടായി. ഇപ്പൊ ചെറിയ ഇരുട്ട് പോലൊക്കെ ഉണ്ട്, ഇന്ന് മഴ ആയതുകൊണ്ടാ, അല്ലെങ്കിൽ ഇതിലും നല്ല വെട്ടം കണ്ടേനെ. തണുക്കുന്നു, തണുപ്പുണ്ടോ? ഉണ്ടോ? ഓക്കെ, അച്ഛ വെച്ചിട്ട് വരട്ടെ, ചീര മൂടിയിട്ട് വരട്ടെ. ആ കസേര എടുത്ത് വെക്കച്ചേ. ഓക്കെ, മതി മതി. അങ്ങനെതാ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ രാത്രി 12 മണിയോടെ അടുത്ത് ഫ്രീ ആയപ്പോൾ ഇപ്പം എന്താ നമ്മൾ ചിക്കനും വെജിറ്റബിൾസും എല്ലാം കൂടി ഇട്ട് ഒരു കറി വെച്ചു. പിന്നെ അതാ ചോറാണുള്ളത്. അപ്പം ഇതാണ് ഇപ്പം കഴിക്കാൻ പോകുന്നത്. ഏവമോൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. മോസ്കിറ്റോസ്ത ഓക്കെ. ഇത് രണ്ടും കുഞ്ഞിന് വെളിയിൽ പോകുമ്പോ തേക്കാനുള്ള അല്ലേ? അമ്മക്കിളി ഉണ്ട്, ബ്ലൂടൂത്തും ഉണ്ട്. ഇത് വെച്ച് ഞങ്ങൾ നോക്കി കണ്ടുപിടിക്കും അല്ലേ? എന്താ കുഞ്ഞ് പറയുന്നത്? ആർക്കും മനസ്സിലായില്ലെങ്കിൽ ആയിട്ട് പറഞ്ഞു. റൈസേ വന്നു വൈകിട്ട്. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഏവക്കുട്ടനെ കൊണ്ടുപോകാനായിട്ട് അന്ന വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അന്ന മാത്രമാണ് വന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കുറച്ച് നേരം പോയി മുമ്മൂപ്പാപ്പയുടെ വീട്ടിലൊക്കെ ഇരിക്കും. അപ്പോൾ അവർ പ്രായമായ ആൾക്കാരല്ലേ, കുഞ്ഞുങ്ങൾ ചെല്ലുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാണ്. കുറേ നേരം അവരുടെ സമയമൊക്കെ ചിലവഴിച്ചിട്ടാണ് പിന്നെ ഏവക്കുട്ടൻ തിരിച്ചു വരുന്നത്. അവർക്കും ഒരു സന്തോഷം, വെറുതെ ഇങ്ങനെ ഇവിടെ ഇരിക്കുമല്ലേ. അങ്ങനെ രണ്ടുപേരുടെ പോയി ഏകദേശം ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തിരികെ വരുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ കയ്യിൽ കുറെ കാട്ടുപൂക്കളൊക്കെ പറിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനെ ഹന്നമോള് തിരികെ പോവാണ് ഏവക്കുട്ടനെ ആക്കിയിട്ട്.
എപ്പോഴും പതിവ് പോലെ അവളിങ്ങനെ നോക്കി നിൽക്കും. അവൾക്ക് ഭയങ്കര വിഷമമാണ് അന്നെ ഇങ്ങനെ വന്നിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കബോർഡ്സ് കണ്ടില്ലേ, നമ്മുടെ ലിസ്റ്റിലില്ലാത്തൊരു ഡ്രോയറും കൂടി നമ്മൾ ഇതിനകത്ത് പണിതിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ചെറിയ ഡ്രോയർ നമ്മൾ സെറ്റാക്കി ഫ്രിഡ്ജിൻ്റെ മുകളിലായിട്ടുള്ള സ്പേസിൽ. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ കബോർഡും സെറ്റാണ്. അതിന് ജസ്റ്റ് ഫേസ് പാനൽ വെച്ച് ലോക്കും കൂടെ ഒക്കെ വെച്ചാൽ മതി. ഇതാ കണ്ടില്ലേ ഈ ഡ്രോയർ എന്ത് സ്മൂത്ത് ആയിട്ടാ പോകുന്നതെന്ന് നോക്കിയേ. നമ്മൾ പുതിയൊരു ഡ്രോയറും കൂടി കൊടുത്തു. അതെ, ഡ്രോയർ വേണ്ടെന്ന് കരുതിയതാ. ഇപ്പൊ കാരണം നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് അതായത് ഫ്രിഡ്ജിന്റെ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ മുകളിലായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വെറുതെ എന്തെങ്കിലും ഒരു ഡോർ വെച്ചിട്ട് എന്തെങ്കിലും കൊടുക്കാന്ന് കരുതിയതാ. അപ്പൊ നമുക്ക് അകത്തോട്ട് റീച്ച് ആകാനുള്ള സ്ഥലമില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു ഡ്രോയർ ആക്കി. അതാകുമ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാലോ. അതായത് കുക്ക് ചെയ്യുന്ന മസാലകളും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ നമ്മുടെ ഗ്യാസ് സിലിണ്ടർ ആണ് വരുന്നത് താഴെ. അതിന്റെ മുകളിൽ കുറച്ചുകൂടെ സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്കൊരു പാർട്ടീഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ്. ഇനി ഇതൊന്നും അങ്ങോട്ട് നമ്മുടെ വാനിലോട്ട് കൊണ്ട് വെച്ചൊന്ന് കാണാനായിട്ട് വയ്യ എനിക്ക്. എല്ലാം ഇങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുന്നത്. കാരണം ഫർണിച്ചർ എല്ലാം വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ വാനിനുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളും അത് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അങ്ങോട്ട് മനസ്സിലാവുന്നു. അപ്പം ഇനി ഇതെല്ലാം നമ്മൾ വാനിൽ കൊണ്ട് വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാളിന്റെ പണി ചെയ്യണം, ഫ്ലോർ ഇടണം. അതെല്ലാം കഴിഞ്ഞാലേ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആണെങ്കിൽ പേപ്പറൊക്കെ പിടിച്ചിട്ടൊന്ന് എന്താണ് പെയിന്റ് ഒക്കെ അല്ലെങ്കിൽ പ്രൈമർ ഒക്കെ അടിക്കണം. അതെ, ഉള്ളിൽ പെയിന്റ് അടിക്കണമെന്ന് തോന്നുന്നില്ല, വെളിയിലെല്ലാം പെയിന്റ് അടിക്കണം. അകത്ത് പ്രൈമറോ എന്തെങ്കിലും ഒരു വുഡിന്റെ എന്തെങ്കിലും അടിക്കണം, ഒരു ഫിനിഷ് കിട്ടാൻ വേണ്ടിട്ട്. അതെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആവും. പിന്നെ ഇത് സ്ക്രൂ ചെയ്യണം. ഇത് വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് നമ്മൾ ഗ്യാസിന്റെ കണക്ഷൻ കൊടുക്കണം. ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഭയങ്കര സമാധാനമുണ്ട്. ഏവ അന്നയുടെ വീട്ടിൽ പോയേക്കായിരുന്നു, ഇപ്പഴാ വന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ 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 ബൈ.